ശ്രീ റെജു ലൂക്കോസ് നമുക്കൊപ്പം. ശ്രീ റെജു ലൂക്കോസ്, 50 പേര് ഒറ്റയടിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത് BJP-യിലേക്ക് ചേർന്നു. മുൻപത്ത് മുഴുവൻ മാധ്യമങ്ങളും അത് കവർ ചെയ്തതാണ്. ഇപ്പോഴിതാ ബുധനാഴ്ച നടക്കുന്നത്. താങ്ക് യു മോദി. കിരൺ റിജിജു നേരിട്ട് അവിടെ വരുന്നു ഉദ്ഘാടനത്തിന്. എന്താണ് കാണുക എന്നുള്ളത് ഉറ്റുനോക്കുന്നുണ്ടോ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ എന്നുള്ളൊരു ചോദ്യമാണ്. ഏത് തരത്തിൽ അതൊരു രാഷ്ട്രീയ സമവാക്യങ്ങളിലുള്ള തിരുത്താകുമെന്ന് ഒരാശങ്ക പോലും CPM-നില്ലേ? പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക കോട്ടയായ ആ ഭാഗത്ത്. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇന്നലത്തെ ന്യൂസ് 18 ചർച്ചയിൽ താമരശ്ശേരി ബിഷപ്പ് ഒരു കത്തോലിക്കറെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും എന്നൊരു പ്രഖ്യാപനം ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തതാണ്. അതിന്റെ അപ്രായോഗികതയും അതിന്റെ എന്താ പറയാ, ഒരു കാരണവശാലും ഒരു താമരശ്ശേരി ബിഷപ്പ് അങ്ങനെ പറയാനുള്ള യാതൊരു അധികാരമില്ലെന്നുള്ള ഒരു ശക്തമായ ഭാഷയിൽ ഞാൻ സംസാരിച്ചു. ഇന്നിപ്പം അതിനൊരു പ്രഖ്യാപിതമായ ഒരു തെളിവ് പുറത്തു വന്നിരിക്കുക. ഇന്ന് പാലാ രൂപതയുടെ അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവ് പരസ്യമായ വേദിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് അപ്രായോഗികമാണ്, തന്നെയുമല്ല അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാനായിട്ട് വേറൊരു കാരണമുണ്ട്. അതായത് ഈ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞതിനകത്ത് അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നുണ്ട്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങാൻ പോകുന്നത് എന്നുള്ളത് അതിനകത്തൂടെ നമുക്ക് വ്യക്തമായിരുന്നു. ഒന്ന്, കത്തോലിക്ക സഭയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നതായിരുന്നുവെങ്കിൽ, ഞാനതിന് അറിവില്ല എന്ന് പറയുന്നില്ല, അതിനെ വ്യാഖ്യാനിക്കാൻ വന്ന വ്യക്താവോ അങ്ങനെയുള്ളവരത് പറയത്തില്ല. കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു ഏകശില ആജ്ഞാപനത്തിൽ ഉള്ള 170 കോടി ജനങ്ങളെ ലോകം മുഴുവനും ഉള്ള ഒരു വിശ്വാസ സമൂഹമാണ്. അതിൽ ഈ ലത്തീൻ സഭയും മലങ്കര കത്തോലിക്കലും ഈ പറയുന്ന സിറിയൻ കത്തോലിക്കലും എല്ലാവരും അടങ്ങുന്ന ഒരു സമൂഹമാണ്. കേരളത്തിൽ അത് 55 ലക്ഷമുണ്ട്. കേരളത്തിന് വേണ്ടിയുള്ള വോൾട്ട് മുതൽ 77-78 ലക്ഷം വിശ്വാസ സമൂഹമുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ കാത്തലിക് കമ്മ്യൂണിറ്റി തന്നെയാണെന്നുണ്ടെങ്കിൽ 1% താഴെയുള്ളൂ. വോൾട്ട് മുതൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 2% താഴെയുള്ളൂ. അത് നമുക്കറിയാം. ഞാനത് പറഞ്ഞു പറയാൻ കാരണമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടായി പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് മാർപ്പാപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റത്തില്ല. വിശുദ്ധ മാർപ്പാപ്പയാണ് കത്തോലിക്കിനെ സംബന്ധിച്ചോളം. കത്തോലിക്കിനെ സംബന്ധിച്ചോളം അതിന്റെ അവസാന തീരുമാനം എടുക്കേണ്ട ഒരു ഒറ്റ വ്യക്തിയെ ഭൂമിയിലുള്ളൂ. അത് പരിശുദ്ധ പിതാവാണ്, ഇപ്പോഴത്തെ മാർപ്പാപ്പയാണ്, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. അതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ സിനഡുണ്ട്, അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കും. പക്ഷെ ആ സിനഡിന്റെ കാര്യങ്ങൾ പോലും അന്തിമ തീരുമാനത്തിലേക്ക് പോകുന്നത് ചില കാര്യങ്ങൾ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു ബിഷപ്പിനെ നിയമിക്കണമെങ്കിൽ പോലും അവസാന പ്രഖ്യാപനം നടത്തേണ്ടത് വത്തിക്കാനാണ്, ആരാധനായ മാർപ്പാപ്പയാണ്. അപ്പൊ അത് ഞാൻ പറയാൻ കാരണം അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. വെറുതെ ചുമ്മാ എവിടെയെങ്കിലും കിടക്കുന്ന കുറെ കൂട്ടമല്ല ഈ കത്തോലിക്കൽ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഈ മുനമ്പം വിഷയത്തിൽ ഇവിടെ BJP നേട്ടം കൊയ്യോ എന്നുള്ളതാണ്. അതിലിപ്പോ റോയി അവരുടേതായ ഭാഷ്യത്തിൽ അവരുടെ പാർട്ടിയുടെ നിലപാടും അതിന്റെ സത്യാവസ്ഥ കുറേയൊക്കെ പറഞ്ഞുകൊണ്ട്, ഈ കിരൺ റിജിജുവിനെ ഞാൻ ഉദ്ദേശിക്കുന്ന ഓർത്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. BJP ഏത് രീതിയിലാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്നത്? കബളിപ്പീരിയുടെ ചതിയുടെ അവസാനത്തെ അധ്യായമാണ് ലോക്സഭയിൽ പാസ്സാക്കിയിരിക്കുന്ന വഖഫ് ബില്ല്. അതിപ്പോൾ തെറ്റിദ്ധരിച്ച് കുറെ പാവപ്പെട്ട തങ്ങളുടെ വസ്തു തങ്ങളുടെ നിന്ന് പോകുന്നു, തങ്ങളുടെ ആധാരത്തിലൂടെ നിയമപരമായി നേടിയെടുത്ത വസ്തു പിടിച്ചു പറിക്കുമെന്ന് ഭയന്നുകൊണ്ട് അവിടെ സത്യാഗ്രഹം. ഞാൻ ആ ജനങ്ങൾക്കൊപ്പം ഞാനൊക്കെ എത്രയോ ചർച്ചകൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ കബളിപ്പിച്ചുകൊണ്ട് ഇതിന് യാതൊരു നിയമസാധ്യതയില്ലെന്നും അത് കൃത്യമായ പ്രഖ്യാപനത്തിലൂടെയാണ് ഇവിടെ എന്താണെന്നും റോയ് ഇവിടെ വിശദീകരിച്ചു. ഞാൻ അതിലേക്കും പോകുന്നില്ല. അത് കബളിപ്പില്ല. അത് തെറ്റിദ്ധരിച്ച് 50 പേരെ കൂട്ടിക്കൊണ്ടുവരുന്ന ഏത് ഈർക്കിളി പാർട്ടിക്ക് സാധിക്കും? ഒരു 500 പേരെ കൊണ്ടുവരാൻ പറ്റായിരുന്നോ? രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നപ്പോൾ ഒരു BJP സംസ്ഥാന പ്രസിഡന്റിന് അതുപോട്ടെ, അത് ഞാൻ വിടുന്നു. ഇനി പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കുന്നത്? വിചാരധാരയിലെ ഗോൾമാർക്ക് എഴുതി വെച്ചിരിക്കുന്ന അതേപടി ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുസ്ലിംസിനെ പുറത്താക്കണം എന്ന് പറഞ്ഞു, അതിനവർ CAA നിയമം കൊണ്ടുവന്നു. അതിപ്പോ നേരത്തെ റോയ് പറഞ്ഞത് ഇതൊക്കെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കും പോകുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ രണ്ടാമത് നാട് കടത്തണം എന്ന് പറയുന്നത് ആരെയാ? ക്രിസ്ത്യൻ സമൂഹത്തിനാണ്. അവർ അക്ഷരം പ്രതി നടപ്പാക്കിക്കൊണ്ടിരിക്കുക. മണിപ്പൂരിൽ അതിന്റെ വംശഹത്യ ആരംഭിച്ചു കഴിഞ്ഞു. അത് കൂടാണ്ട് തന്നെ 2014 ഡിസംബർ മുതൽ ഇതിനൊരു പ്രശ്നമുണ്ട്. മണിപ്പൂര്, ജബൽപൂര് ഇതൊക്കെ ഇവിടുന്ന് ഇടതുപക്ഷം പറയുന്നുണ്ട്. ഇങ്ങ് മുതലപ്പൊഴിയുന്ന യൂജിൻ പെരേര, താമരശ്ശേരി ചെല്ലുമ്പോൾ ജോസഫ് പാംപ്ലാനി, ഇപ്പുറത്ത് റിമിജിയ സിഞ്ചനാനിയില് കേസെടുക്കുന്നത്, ബിഷപ്പുമാരെ പ്രകോപിപ്പിക്കുന്നത്, വന്യമൃഗശല്യം തൊട്ട് ഇങ്ങോട്ട് മുനമ്പം തൊട്ട്
ഇവരെ ഒന്നും കണ്ടെടുത്താൽ കണ്ടുകൂടാ, അല്ലെങ്കിൽ ഇവരെയൊക്കെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക, എന്നിട്ട് സഭ ഇത് മനസ്സിലാക്കണം, ഈ ധാർമ്മികത മനസ്സിലാക്കണം എന്ന് പറയുന്നിടത്തൊരു വിഷയമുണ്ട്. കൂടെ നിൽക്കുന്നവർക്കൊപ്പമല്ലേ ഞങ്ങൾ കൂടെ നിൽക്കുക എന്ന് അവർ ചോദിക്കും. അത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് ചിലപ്പോൾ ഇനി വരാനിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും കാലിനടിയിലെ മണ്ണിളകും. അത് നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള വല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പൊ അവിടെ ഇളകത്തില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് കേരളത്തിലെ ജനങ്ങളോടാണ് ന്യൂസ് സൈറ്റിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ദിവസം ഞാൻ അതിലേക്ക് വരുമ്പോഴാണ് ഇന്ററപ്റ്റ് ചെയ്ത് അത് ചെയ്യരുത്. കാരണം വെച്ചാൽ നിങ്ങളിപ്പോ ഈ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചത് വസ്തുതകൾ എനിക്കറിയാവുന്ന രീതിയിൽ ഇടതുപക്ഷത്തിനോട് ചേർന്ന് പറയാന്നുള്ളതാണല്ലോ. ഒരു പരിധിവരെ ഈ BJP-യുടെ സമീപനത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മോട്ടോ എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അത് ലെറ്റ് ബി കംപ്ലീറ്റ്. എന്റെ വാക്കുകളൊന്ന് പൂർത്തിയിരിക്കട്ടെ. ഈ പറയുന്ന അവരുടെ ഒരു മുഖപത്രമുണ്ട്. ആ പത്രത്തിൽ ഓർഗനൈസർ ഇന്നലെ ഇറങ്ങിയൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പറഞ്ഞു, അതെ എന്റെ അടുത്തുണ്ട് ആ ലേഖനം, അത് എല്ലാവരുടെ അടുത്തുണ്ട്. അവർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നാണം കിട്ടാൻ പിൻവലിച്ചു. പക്ഷെ അവരുടെ ലക്ഷ്യം ഇതിനകത്ത് പറഞ്ഞു. അവർ പറഞ്ഞെന്താ അറിയോ? കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ സർക്കാരിന്റെ സ്വത്തൊഴിച്ച്, കേന്ദ്ര സർക്കാരിന്റെ സ്വത്തൊഴിച്ചുള്ള ഏറ്റവും കൂടുതൽ സമ്പന്നമായ സമൂഹം കത്തോലിക്ക സമൂഹമാണ്. 11,000 ഏക്കർ ഭൂമി ഇന്ത്യയിലുണ്ട്. ആ 11,000 ഏക്കർ ഭൂമിയും അവിഹിത മാർഗത്തിലൂടെ നേടിയെടുത്ത കൃത്യമായ രേഖകളില്ലാത്ത ഭൂമിയാണ്. ഞങ്ങളത് പിടിച്ചെടുക്കും, കത്തോലിക്കരുടെ ഭൂമി ഞങ്ങളത് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു. അത് ഒന്ന്. രണ്ടാമത് ജബൽപൂരിലൊക്കെ വിട്ടോ. നിങ്ങൾ ജബൽപൂരിലെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ജബൽപൂരിൽ അടി കൊണ്ടത് മുതുകൊടിഞ്ഞതെല്ലാം ഈ കേരളത്തിലെ ഞാനിരിക്കുന്ന ഈ സ്ഥലത്തിന് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള കുറവലങ്ങാട് ഒരു വന്ധ്യവൈദികനായ ജോഷി ജോർജ് എന്ന് പറഞ്ഞത് ആ വൈദികനെ സഹിതമാണ് മർദ്ദിച്ച് അവശനാക്കിയത്. രണ്ടാമത് നിങ്ങൾ ഈ പറഞ്ഞ ഒഡീഷയിൽ 300 പോലീസുകാർ, ഒഡീഷ പോലീസുകാർ 300 പേര് ആ ദേവാലയത്തിൽ കയറി കുറെ സാധനം മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അവരടി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലും ഇതൊരു കേസെടുത്തില്ല. ജബൽപൂരിൽ ആരെയും അവർ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് മർദ്ദനങ്ങൾ അടിച്ചുവിട്ടത്. അവിടുത്തെ വൈദികർ ഇപ്പൊ കയറാൻ നട്ടലിൽ ഒടിഞ്ഞു, മുതുകു ഒടിഞ്ഞു. അപ്പോൾ ഒന്നത്. രണ്ടാമത് ഇവർ കേരളത്തിലേക്ക് വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. കാരണം അതിന്റെ പ്രഖ്യാപനങ്ങൾ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ല, പക്ഷേ ശ്രീ റെജി ലൂക്കോസ് വരണമല്ലോ ശ്രീ റെജി ലൂക്കോസ്. ജബൽപൂരും മണിപ്പൂരും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. അവർ ചോദിക്കുന്ന വിഷയങ്ങൾ മുതൽപ്പൊഴി ഉണ്ടാകും, വന്യമൃഗശല്യം കാണും, മുനമ്പം കാണും. ജബൽപൂരും മണിപ്പൂരും പറഞ്ഞ മറ്റ് വിഷയങ്ങളല്ലേ അവർ മുന്നിൽ നിർത്തുകയുള്ളൂ. ഇത് മനസ്സിലാകാതെയാണോ ഇടതുപക്ഷം സംസാരിക്കുന്നത്? ഇടതുപക്ഷവും കോൺഗ്രസ് പ്രത്യേകിച്ച് ഇവിടുത്തെ വോട്ടർമാരോട് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. ഈ വഞ്ചകരെ, ഈ ധൃതരാഷ്ട്ര ആലിംഗനത്തിന്, ഈ ചതിയന്മാരെ ഇപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നവർ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിലും നീളുന്ന കാര്യം അവർക്കെല്ലാം കൺമുമ്പിൽ ദൃശ്യമാണ്. മലയാളി എഴുത്തും വായനയും ശ്രവണശക്തി ഉള്ളവരെ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കൃത്യമായും പറയുന്നത് കേരളത്തിലെ ഈ പറയുന്ന കേരളം എന്ന് പറയുന്നത് 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായ സംസ്ഥാനമാണ്. ഇവിടെ ഇപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതാണേലും വാർത്തകളിലാണേലും ഈ RSS BJP-യുടെ ക്രിസ്ത്യൻ വിരോധം എന്താണെന്നുള്ളൊരു പകൽ പോലെ വെളിച്ചമായി. പിന്നെ എങ്ങനെ അവർ കൂട്ടുന്നത്? ഇനി മുൻപത്തേക്ക് തന്നെ വരാം. എന്നാണ് മുൻപ് വിഷയത്തിൽ BJP പാർലമെന്റിൽ പാസ്സാക്കിയ ബില്ല്, ഇപ്പൊ പുതിയ നിയമം എന്താണ്? അത് അവരുടെ വായിച്ചു നോക്കിയേ. കിരൺ റിജ്ജു തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, വി ആർ ഹെൽപ്ലെസ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കോടതിയിലേക്ക് പോകുന്ന പറഞ്ഞ. കോടതിയിലേക്ക് പോകാനാണെങ്കിൽ ഇവരെന്തിനാണ് ഈ അമെന്റ്മെന്റ് അവതരിപ്പിച്ചത്, പാസ്സാക്കിയെടുത്തത്? അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താ? മുസ്ലിം സമൂഹത്തിനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് വോട്ട് കിട്ടാനുള്ള കുരുതന്ത്രമാ. ആ തന്ത്രത്തിന്റെ പാരലായിട്ടാണ് ഈ സമൂഹത്തെ കടുത്ത ദ്രോഹിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചു കേട്ടിരിക്കുന്ന സാധാരണക്കാരനായ മുനമ്പത്തെ നിവാസികൾക്കും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കും വളരെ പകൽ പോലെ താങ്കളെ ഞാൻ ഇന്ററപ്റ്റ് ചെയ്ത് ചോദിക്കുന്നല്ല. അങ്ങനെയാണെങ്കിൽ അത് ആ ഉദ്ദേശശുദ്ധിയിലാണ് താങ്കൾ പറയുന്നതെങ്കിൽ, ഇടതുപക്ഷം ആ ഉദ്ദേശശുദ്ധിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതായിരിക്കണം റിഫ്ലക്ട് ചെയ്യേണ്ടത്. ഡബിൾ ഗെയിം കളിക്കുന്നു CPM എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇന്ത്യ മുന്നണി സഖ്യം ഒരുമിച്ച് നിന്ന് ബില്ലിനെ എതിർത്ത് ഇവിടെ വന്ന ശേഷം ഇടതുപക്ഷം ചെയ്തത് മുഴുവൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മന്ത്രിമാരടക്കം പ്രസ്താവനകൾ നടത്തിയത് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എന്താണ് സഭയിലെടുത്ത നിലപാട്? ഒരു ഘട്ടം വന്നാൽ ലീഗിനെ പോലും കോൺഗ്രസ് കൈവിടുമെന്ന് പറയുന്നിടത്ത് അകത്ത് പോലും നിങ്ങൾക്ക് ഒരേ അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് BJP എതിർക്കുക? അല്ല, അതല്ലേ നിങ്ങളിപ്പോ പരോക്ഷമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യില്ലേ ഇടതുപക്ഷത്തിനെ? ഇടതുപക്ഷമാണ് വസ്തുതാപരമായിട്ട് കൃത്യമായ രീതിയിൽ ലോക്സഭയിൽ രാജ്യസഭയിൽ നിലപാടെടുത്തത്. പ്രഖ്യാപിത നിലപാടാണ്. ഒരു അരകുഴപ്പം നിലപാടും ഇടതുപക്ഷം ഇതിനെക്കുറിച്ച് ഇന്നുവരെ എടുത്തിട്ടില്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. വഞ്ചിക്കുന്ന ആരാണ് നിങ്ങൾ മനസ്സിലാക്കുക? വഞ്ചിക്കുന്ന യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിയാണ് ഈ ബില്ല്
ഈ നിയമം 3 തവണ ലോക്സഭയിൽ പാസ്സാക്കിയില്ല. ഏറ്റവും കൂടുതൽ 1997, 2013, 2013 ഇതിനകത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന പിന്നെ നിയമം എന്ന് പറയുന്നത്, വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ അപരിഷ്കൃതമായ നിയമങ്ങളാ. ഞാനൊക്കെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലല്ല, താങ്കളുടെ ഉപയോഗത്തിൽ താങ്കൾ പറയൂ. ഇവിടെ ഈ സംസാരങ്ങൾ പൂർത്തീകരിക്കാൻ ആരെ അനുവദിക്കുന്നില്ല. ഞങ്ങൾ ഇടതുപക്ഷക്കാർ പറയുന്നതിന്റെ വ്യക്തത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടൈം വരുമ്പോൾ നിങ്ങൾ പ്രതികരിക്കൂ. അതാണ് ഒരു ചർച്ചയുടെ മാന്യത. ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യേണ്ട സുഹൃത്ത്, നിങ്ങൾ അസംഷനാകാതെ. നിങ്ങളുടെ ഒരു പരിപ്പും കേരളത്തിൽ വേഗത്തില്ല ഒരു കാരണവശാലും. മുനമ്പത്തെ വഞ്ചന ജനങ്ങൾ തിരിച്ചറിയും. നിങ്ങൾക്കറിയോ ഈ ബില്ല്, ഞാനത് വായിച്ചവനാ. ആ അമൻമെന്റ് വായിക്കാത്തവർ ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും ശ്രദ്ധ നേടിയ, ഡയറക്റ്റ് ആയിട്ട് തന്നെ രാജ്യസഭയിലെയും പിന്നെ ടെലികാസ്റ്റുകൾ കണ്ടവരാണ് ബഹുഭൂരിപക്ഷം മലയാളികളും. കാരണം എന്തുകൊണ്ടാ, മുൻപത്തെ വിഷയത്തിൽ ഒരു ആശ്വാസം ഉണ്ടാണെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കൊണ്ടുവന്ന ബില്ല് എന്താണ്? കോടതിയിൽ പോകാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഈ അമൻമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? അത് പാസ്സാക്കി നിയമമാക്കി എന്തിനാ? അപ്പൊ അത് ചതിയല്ലേ? നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിവിൽ കേസ് കോടതി പോയി തീരുന്നത് അപർണ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ മറുപടി പറയൂ. അല്ല, എന്റെ വിശ്വാസമല്ലല്ലോ ശ്രീ റെജി ലൂക്കോസ്, എന്റെ വിശ്വാസമൊന്നുമല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട. ഇടതുപക്ഷ സർക്കാർ ചോദ്യത്തിലേക്ക് വരുന്നത് ചുമ്മാ കിടന്ന് ഇടപെടാതെ. ഇടതുപക്ഷ സർക്കാരാണ് 2011 അവരുടെ പിന്നെ ആധാരത്തിന്റെ അല്ലെ ഒറിജിനൽ കോപ്പ് ഇതുള്ള ഡോക്യുമെന്റ്സ് ഉള്ളിടത്ത് കരം നിഷേധിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ നിലപാടെടുത്തത്. അതിനുശേഷം ഇപ്പോഴത്തെ മുൻപ് ഉൾപ്പെടുന്ന നിയോജകമണ്ഡലത്തിലെ പിന്നെ പ്രതിനിധിയായ MLA ഉണ്ണികൃഷ്ണൻ വളരെ ഇൻട്രസ്റ്റ് എടുത്ത് താല്പര്യം എടുത്തുകൊണ്ട് റവന്യൂ വകുപ്പിൽ പോയി സംസാരിച്ച് വീണ്ടും അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു. പിന്നെ 2022 വീണ്ടും ആ ഹൈക്കോടതി കോടതിയുടെ നിയമപ്രകാരം അവർക്ക് ആ പിന്നെ എന്താ പറയാ കരം പുതുക്കാൻ സാധിക്കാതിരുന്നത്. എന്നിട്ടും സംസ്ഥാന സർക്കാരിന് യാതൊരു അധികാരവും ഇല്ലായിരുന്നിട്ടും, അത് വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇല്ലാതിരുന്നിട്ടും അവർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ഈ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചപ്പോൾ ഇപ്പൊ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന് യാതൊരു അധികാരമില്ലെന്നും പറഞ്ഞ് അത് പിരിച്ചുവിട്ടിരിക്കുക. ഇനിയിപ്പൊ അതിനു വേണ്ടിയിട്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിരിക്കുക. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷം ഇതിനകത്ത് വഞ്ചന കാണിക്കുന്നത്? ആർക്കും മനസ്സിലായി. നിങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്ത ഇടതുപക്ഷത്തിലാ. ഇനി ഞാൻ കോൺഗ്രസിനെ ശക്തമായി എതിർക്കുന്ന ഒരാളാണ്. പക്ഷേ കോൺഗ്രസിന് പറഞ്ഞ ചില കാര്യങ്ങൾ, പി റോയിയൊക്കെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ വസ്തുതാപരമാണത്. കിരൺ റിജ്ജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, അദ്ദേഹം നോർത്ത് ഈസ്റ്റ് എന്നുള്ള അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. മുനമ്പംകാരെ ആയുഷ്കാലം വഞ്ചിക്കുക ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വാദിച്ച് തെളിയിക്കൂ. ഇതാണ് ശ്രീ റെജി ലൂക്കോസ്.